അന്തരിച്ച വിമുക്ത ഭടനും നെടുങ്കണ്ടംകാരുടെ പ്രിയങ്കരനുമായ തങ്കപ്പൻ നായർക്ക് നാട് വിട നൽകി. 60 രോഗബാധയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പാല മാർസ്ലീവ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുണ്ടിയരുമിയിലെ ബസ്തിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നാടിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുത്തത്. 18 വയസ്സുള്ളപ്പോഴാണ് രാജ്യസ്നേഹം തലയ്ക്ക് പിടിച്ച തങ്കപ്പൻ നായർ പട്ടാളത്തിൽ ചേർന്നത്. 2.5 പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം വിരമിച്ചിട്ടും ഇദ്ദേഹം മടങ്ങിയിരിക്കുവാൻ കൂട്ടാക്കിയില്ല. മരണം കൈപിടിച്ചുകൊണ്ടുപോയ 65-ാം വയസ്സുവരെ വിവിധ സേവന മേഖലകളിലും വിമുക്ത ഭടന്മാരുടെ സംഘാടകരായും ഇദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. വിരമിച്ച ശേഷം സെക്യൂരിറ്റി ജോലിയുമായി ആദ്യമെത്തിയത് നെടുങ്കണ്ടത്തെ BSNL ഓഫീസിലാണ്. ഇവിടെ 2 വർഷത്തെ സേവനത്തിന് ശേഷം ആകാശവാണി ദേവികുളം നിലയത്തിൽ കാവലാളായെത്തി. ആകാശവാണിയിലെത്തുന്ന പ്രശസ്തരും അപ്രശസ്തരുമായവർക്കെല്ലാം തങ്കപ്പൻ നായർ പരിചിതനാണ്. ഇതിനാൽ തന്നെ ഇന്ന് സംസ്കാരം നടക്കുന്ന ദിവസം ദേവികുളം ആകാശവാണിയിൽ നിന്നും നിരവധി പേരാണ് എത്തിയത്. മുൻ ആകാശവാണി പ്രതിനിധിയും ഇപ്പോൾ ദൂരദർശൻ റിപ്പോർട്ടറുമായ ആന്റണി മുനിയറയും ആകാശവാണി പ്രതിനിധി ജോഷി തോമസും ഇങ്ങനെയാണ് തങ്കപ്പൻ നായരെ അനുസ്മരിക്കുന്നത്. പ്രിയപ്പെട്ട തങ്കപ്പൻ നായർ ഓർക്കുമ്പോൾ ആകാശവാണിയിൽ അദ്ദേഹം സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്കായി ആകാശവാണിയിലേക്ക് കയറുമ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴും ഞങ്ങളോട് വീട്ടുവിശേഷങ്ങളും അതോടൊപ്പം തന്നെ വളരെ സൗഹൃദമായിട്ട് വളരെ സൗമ്യമായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരാൾ. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത്. പിന്നീട് അദ്ദേഹം ഹോം ഗാർഡായിട്ട് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷന് കീഴിൽ ജോലി ചെയ്യുമ്പോഴും നെടുങ്കണ്ടത്തേക്ക് എത്തുമ്പോൾ തിരക്കുകൾക്കിടയിലും അദ്ദേഹം നമ്മളെ കണ്ട് 2 വാക്കെങ്കിലും സംസാരിക്കാൻ മനസ്സ് വെക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. എന്തായാലും ഇന്നലെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരു തിളങ്ങുന്ന ഓർമ്മയാണ് തങ്കപ്പൻ നായർ. ആകാശവാണിയിലെ ജോലിക്ക് ശേഷം ഇദ്ദേഹം 1.5 പതിറ്റാണ്ട് കാലമാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ ഹോംഗാർഡായി ജോലി നോക്കിയത്. SIയും CIയും CPമാരൊക്കെ മാറി മാറി വന്നെങ്കിലും ഇദ്ദേഹത്തിന് മാത്രം മാറ്റമുണ്ടായില്ല. ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹം നെടുങ്കണ്ടത്തെ സുപരിചിതനാണെന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ KCSL താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ത്യം. തികഞ്ഞ സംഘടനാ പ്രവർത്തകരായിരുന്നുവെന്ന് KCSL ജില്ലാ നേതൃത്വം അനുസ്മരിക്കുന്നു. താലൂക്കിന്റെ സെക്രട്ടറി ആയിട്ട് ഏതാണ്ട് ഇപ്പോൾ 2-3 ടേണായി 8-9 വർഷക്കാലമായിട്ട് പുള്ളി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് പുള്ളി അസുഖം ബാധിച്ച് ട്രീറ്റ്മെൻറ്റിലായി. എന്നാലും പുള്ളിക്ക് കഴിയുന്ന കാലം ഇപ്പോൾ അടുത്ത ദിവസം പോലും പുള്ളി ഈ വാട്സപ്പിൽ കൂടെയും മറ്റ് കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് പിടിച്ച് ഊർജ്ജസ്വലമായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തങ്കപ്പൻ സാറ്. തങ്കപ്പൻ സാർ ഇപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ ജില്ലയും ഞങ്ങളുടെ എല്ലാവരും ജില്ലയുടെ എല്ലാ വിമുക്തപട അംഗങ്ങളും തൊടുപുഴ ഭാഗത്തു നിന്നുള്ളവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എല്ലാവരും അവരവരുടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളും കുടുംബത്തോടൊപ്പമുള്ള ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ് ഈ സമയം. തങ്കപ്പൻ നായരുടെ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല നാടിന് തന്നെയുള്ള നഷ്ടമാണെന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനപ്രവാഹം പറഞ്ഞു വെക്കുന്നത്.